ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു സ്കിൻ കെയർ വീഡിയോ ആണ് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ നാച്ചുറലായിട്ട് കടയിൽ നിന്ന് വാങ്ങുന്ന അതേപോലത്തെ അലോവേര ജെല്ല് എങ്ങനെ ഉണ്ടാക്കുന്നതാണ് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. സ്കിൻ കെയറിൻ്റെ കാര്യത്തിൽ അലോവേരയുടെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയുന്നില്ല. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീട്ടിലെങ്ങനെ അലോവേര ജെല്ല് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് അലോവേര ലീഫ് എടുത്ത് നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് അതിൻ്റെ ഉള്ളിലുള്ള പൾപ്പ് ജെല്ല് വേർതിരിച്ചെടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. 2 ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത്. കുറച്ച് കൂടുതൽ അളവിൽ ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ ഇതുപോലെ നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ബാച്ചും കൂടെ ഒന്ന് അരച്ചെടുക്കണം. നമ്മൾ ഇതിനു മുന്നേ അലോവേര സോപ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നും അലോവേര അപൂർവമായി പൂക്കുന്നതിനെ കുറിച്ചും അതിൻ്റെ ബെനിഫിറ്റ്സിനെ കുറിച്ചൊക്കെ പൂവിൻ്റെ ബെനിഫിറ്റ്സിനെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ട് നോക്കാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ അരച്ച് കൊണ്ടുവന്നത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. എന്തെങ്കിലും ചെറിയ പീസസൊക്കെ അറിയാതെ കിടക്കുന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടുത്ത ബാച്ചും കൂടെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നിച്ച് അരച്ചെടുക്കാൻ കഴിയുന്നവരാണെങ്കിൽ അതുപോലെ ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ, കൂടുതൽ അളവിൽ റെഡിയാക്കി എടുക്കുന്നതുകൊണ്ടാണ് 2 ബാച്ചായിട്ട് ചെയ്യുന്നത്. അലോവേരയുടെ പൾപ്പ് മിക്സിയിൽ അരച്ചെടുക്കുമ്പോൾ അത് ഇതുപോലെ നന്നായിട്ട് തന്നെ പതഞ്ഞ് വരും. അതും കൂടെ ഒന്ന് അരിച്ചു കൊണ്ടുവരാം. ഒരു കെമിക്കൽസും ചേർത്ത് കൊടുക്കാതെ നല്ല നാച്ചുറലായിട്ട് രീതിയിലാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടൈപ്പിൽ തന്നെയാണ്, അതേ ഒരു കൺസിസ്റ്റൻസിലാണ് നമുക്കിത് റെഡിയാക്കി എടുക്കുമ്പോൾ കിട്ടുന്നത്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങണേ ലോങ് ലാസ്റ്റ് ചെയ്യാനും സ്മെല്ലിനും കളറിനൊക്കെ വേണ്ടി ഒരുപാട് കെമിക്കൽസ് ചേർത്ത് കൊടുക്കും. ഇത് അതൊന്നും ഇല്ലാതെ നല്ല ഫ്രഷ് ആയിട്ടുള്ള അലോവേര ലീഫിൽ നിന്ന് ഫ്രഷ് ആയിട്ടുള്ള ജെല്ല് എടുത്തിട്ടാണ് നമ്മൾ റെഡിയാക്കുന്നത്. അതും 2 മണിക്കൂറിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും. ഒരുപാട് കാലം ലോങ് ലാസ്റ്റ് ചെയ്യുന്നു. ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ ഒരുപാട് കാലം ലോങ് ലാസ്റ്റ് ചെയ്യും. നല്ലൊരു ലൈറ്റ് ഗ്രീനിഷ് കളറാണ് നമ്മളിത് അരിച്ചെടുത്തപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലോട്ട് ജെല്ല് ഫോമിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചൈന ഗ്രാസ് ആണ്. ഇതിലോട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചൈന ഗ്രാസ്. നമ്മൾ സാധാരണ പുഡിങ്ങൊക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്ന അതേ സെയിം ചൈന ഗ്രാസ് തന്നെയാണ്. അതൊരു 4 ഗ്രാമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ എത്രത്തോളം പൾപ്പ് എടുക്കുന്നുണ്ടോ അതിനനുസരിച്ച് നമ്മൾ ചൈന ഗ്രാസിൻ്റെ അളവിലും മാറ്റം വരുത്തണം. അളവ് എപ്പോഴും കൂടി പോവാതെ എടുക്കുന്നതാണ് നല്ലത്. അളവ് കൂടി പോകുമ്പോൾ ജെല്ല് ഫോമിൽ വിട്ട് ഭയങ്കര ഹാർഡായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറഞ്ഞ അളവിൽ എപ്പോഴും എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി അത് സ്റ്റൗവിലോട്ട് വെച്ചെടുത്ത് ഫ്ലെയിം ഓൺ ചെയ്യാം. ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കണം. നമ്മൾ കഴിക്കാനൊക്കെ പുഡിങ്ങിലൊക്കെ യൂസ് ചെയ്യുന്ന ചൈന ഗ്രാസ് ആണല്ലോ, അതുകൊണ്ട് തന്നെ അത് സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോഴും യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല. ചൈന ഗ്രാസ് ഏകദേശം മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് ഒരു 1-2 ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്ത് അപ്പോൾ ശരിക്കും ഒരു ലിക്വിഡ് ഫോമിലാണ് ഉള്ളത്. ഇനി ചേർത്ത് കൊടുക്കാനുള്ള 2 ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുത്ത് നമ്മൾ ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കുകയാണ് ചെയ്യുന്നത്. ചൈന ഗ്രാസ് നന്നായിട്ട് തന്നെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് ഒരു ലെമണിൻ്റെ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ജെല്ല് ഒരുപാട് കാലം ലോങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. വിറ്റാമിൻ സി ധാരാളം അടങ്ങിയ ലെമൺ ജ്യൂസിൽ ഏത് സ്കിന്നിനും സ്യൂട്ടബിളാണ്. അത് നമ്മുടെ സ്കിന്നിന് നല്ലൊരു ബ്ലീച്ചിങ് എഫക്റ്റ് കൂടെ നൽകുന്നുണ്ട്. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് റോസ് വാട്ടറാണ്. റോസ് വാട്ടർ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. റോസ് വാട്ടർ നല്ലൊരു ടോണറായിട്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ വർക്ക് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ചും ഫേസിലൊക്കെ. കൂടാതെ സ്കിൻ ബ്രൈറ്റനിങ്ങും നന്നായിട്ട് തന്നെ സഹായിക്കുന്നു. റോസ് വാട്ടർ ചേർത്ത് കൊടുത്തിട്ട് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് തന്നെ ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റണം. 2 മണിക്കൂറിന് ശേഷം നമ്മുടെ റെഡിയാക്കിയിട്ടുള്ള ജെല്ലിൻ്റെ കൺസിസ്റ്റൻസിയാണിത്. ശരിക്കും ഒരു ജെല്ല് ഫോമിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണാം. ശരിക്കും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ഒരു ക്രീം ടെക്സ്ചറിൽ തന്നെയാണ് നമ്മുടെ ജെല്ല് റെഡി ആയിട്ടുള്ളത്. ഇത് ജസ്റ്റ് ഒന്ന് കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഇത് രാത്രി കിടക്കുന്നതിന് മുന്നായിട്ട് സ്കിന്നിൽ അപ്ലൈ ചെയ്ത് രാവിലെ കഴുകി കളയുന്നതാണ് ഏറ്റവും ബെറ്റർ.
സ്കിന്നിന് നല്ല സ്മൂത്ത് എഫക്റ്റും നല്ലൊരു ഗ്ലേസിങ്ങും ഒക്കെ ഈ അലോവേര ജെല്ല് തരുന്നുണ്ട്. അലോവേര ജെല്ല് നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിലോട്ട് വെച്ച് സൂക്ഷിക്കാം. ഒരു 2-3 മാസം വരെ ഒരു കേടും കൂടാതെ നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യാം. കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് കരുതുന്നു. വീട്ടിൽ അലോവേര കറ്റാർവാഴ ഉള്ളവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. നല്ല കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ജെല്ല് നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാം. കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. നല്ല രീതിയിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഇത് റെഡിയാക്കി എടുക്കാം. 100% നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് നമ്മളിത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അലോവേര കൂടാതെ ഇതിലൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ള റോസ് വാട്ടറും ലെമൺ ജ്യൂസും ഒക്കെ നല്ലൊരു സ്കിൻ ബ്രൈറ്റനിങ്ങിന് സഹായിക്കുന്ന ഏജൻസാണ്. അപ്പോൾ എന്തായാലും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യൂ. അടുത്തൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്.